ഹായ് ഓൾ. നമ്മൾ ഇന്നലെ കഴിഞ്ഞ വീഡിയോയിൽ മാർക്കറ്റിംഗ് മാനേജ്മെന്റിലെ പ്രൈസ് ആൻഡ് ക്യാപ്ചർ വാല്യൂ എന്നുള്ള ചാപ്റ്റർ ആയിരുന്നു തുടങ്ങിയിരുന്നത്. കുറേ കാര്യങ്ങൾ കഴിഞ്ഞു. നമ്മൾ അതിൽ ഏറ്റവും അവസാനമായിട്ട് മെത്തേഡ്സ് ഓഫ് പ്രൈസിങ് പോളിസിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതിൽ കോസ്റ്റ് ബേസ്ഡ് പ്രൈസിങ് പോളിസിയും ഈ ഡിമാൻഡ് ബേസ്ഡ് പ്രൈസിങ് പോളിസിയും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി അതിലുള്ള കോമ്പറ്റീഷൻ ബേസ്ഡ് പ്രൈസിങ് പോളിസിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഈ ചാപ്റ്ററിൽ നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കേണ്ടത് 5 കാര്യങ്ങളാന്ന് പറഞ്ഞു. അപ്പൊ നാലാമത്തതാണ് പ്രൈസിങ് പോളിസി. പിന്നെ നമുക്ക് ആകെ പഠിക്കാനുള്ളത് സ്ട്രാറ്റജീസ് ഓഫ് പ്രൈസിങ് ഓഫ് ന്യൂ പ്രൊഡക്ട്സ് ആണ്. ഓക്കെ, അപ്പോൾ അതും കൂടെ നോക്കാം. അപ്പൊ ആദ്യം നമുക്ക് നമ്മൾ ബാക്കി വെച്ചിട്ടുള്ള മെത്തേഡ്സ് ഓഫ് പ്രൈസിങ് പോളിസിയിലെ കോമ്പറ്റീഷൻ ബേസ്ഡ് പ്രൈസിങ് പോളിസി എന്താ നോക്കാം. ഓക്കെ, കോമ്പറ്റീഷൻ ബേസ്ഡ് പ്രൈസിങ് പോളിസി പേരിൽ തന്നെ ഉണ്ട്. ഇവിടെ നമ്മൾ പ്രൈസിങ് ഫിക്സ് ചെയ്യുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ബേസ്ഡ് ഓൺ കോമ്പറ്റീഷൻ ആണ്. ഓക്കെ, കോമ്പറ്റീഷൻ നമുക്കറിയാം, സ്വാഭാവികമായിട്ടും നമ്മൾ ഇറക്കുന്ന പ്രൊഡക്റ്റിനെ പോലെ തന്നെ സിമിലർ നാച്ചുറുള്ള സിമിലർ ക്വാളിറ്റി ഉള്ള പ്രൊഡക്ട്സ് നമ്മുടെ കോമ്പറ്റീറ്ററും നമ്മളോട് മത്സരിക്കുന്ന എല്ലാ ആൾക്കാരും ഇറക്കുന്നുണ്ടാവും. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ ഒരു സോപ്പ് ഇറക്കുന്നുണ്ടെങ്കിൽ സെയിം ക്വാളിറ്റിയിലുള്ള അല്ലെങ്കിൽ സെയിം ഫീച്ചറിനെക്കാട്ട് കൂടുതലുള്ള ഫീച്ചറുള്ള സോപ്പുകൾ ഇറക്കാൻ വേറെ ആളുകൾ ഉണ്ടാവും. ഓക്കെ, അതാണ് കോമ്പറ്റീഷൻ ബേസ്ഡ് പ്രൈസിംഗ് പോളിസി കൊണ്ട് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, മെയിൻ ആയിട്ട് 2 മെത്തേഡാണ് ഉള്ളത് ഇതിൽ കോമ്പറ്റീഷൻ ബേസ്ഡ് പ്രൈസിംഗ് പോളിസിയിൽ. ഒന്നാമത്തത് ഗോയിങ് റേറ്റ് പ്രൈസിംഗും രണ്ടാമത്തത് കസ്റ്റമറി ഓർ കൺവെൻഷണൽ പ്രൈസിംഗ് ആണ്. ഓക്കെ, ഒന്നുകൂടെ പറയാം, കോമ്പറ്റീഷൻ ബേസ്ഡ് പ്രൈസിംഗ് പോളിസിയിൽ മെയിൻ ആയിട്ട് നമ്മൾ ഈ കോമ്പറ്റീഷൻ ബേസ് ചെയ്തിട്ടാണ് പ്രൈസ് ഫിക്സ് ചെയ്യുക. അതായത് നമ്മുടെ കോമ്പറ്റീറ്ററിന്റെ പ്രൈസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ പ്രൈസ് ഫിക്സ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഗോയിങ് റേറ്റ് പ്രൈസിംഗ് എന്താ നോക്കാം. ഓക്കെ, ഗോയിങ് റേറ്റ് പ്രൈസിംഗ്, it is a method of charging prices according to what competitor are charging. ഇവിടെ നമ്മൾ പ്രൈസ് എങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ കോമ്പറ്റീറ്റർ എങ്ങനെയാണോ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്, എത്ര പ്രൈസ് ആണോ ഫിക്സ് ചെയ്യുന്നത്, അതേ പ്രൈസ് തന്നെ നമ്മൾ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ്. ദിസ് മെത്തേഡ് യൂഷ്വലി അഡോപ്റ്റഡ് ബൈ ഫേംസ് സെല്ലിംഗ് എ ഹോമോജീനിയസ് പ്രോഡക്റ്റ്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. അതായത് നമ്മൾ വിൽക്കുന്ന സെയിം പ്രൊഡക്റ്റ്, ഹോമോജീനിയസ് ആയിട്ടുള്ള പ്രൊഡക്റ്റിനെ നമ്മൾ കോമ്പറ്റീറ്റർ വിൽക്കണം. ഈ ഹോമോജീനിയസ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരേ പോലെയുള്ള പ്രൊഡക്റ്റുകൾ, അതായത് ടി വി ആണെങ്കിൽ ഞാൻ ഇപ്പോൾ സോണിന്റെ ടിവിന്റെ ഓണർ ആണെങ്കിൽ ഇതേപോലെ തന്നെ വേറെ കമ്പനിക്കാരും എന്താണ് പാനസോണിക് ഇറക്കുന്നുണ്ട്, വിഗാർഡ് ഇറക്കുന്നുണ്ട്, അവരൊക്കെ എന്താണ് ടി വി ഇറക്കുന്നുണ്ട്. അപ്പൊ അവരെങ്ങനെയാണോ ടി വിക്ക് പ്രൈസ് ഇടുന്നത് അതേപോലെ തന്നെ ഞാൻ എന്താക്കും പ്രൈസ് ഇടും. കാരണം അവിടെ നമ്മൾ എല്ലാവരും വിൽക്കുന്നത് എന്താണ്? ഹോമോജീനിയസ് പ്രൊഡക്റ്റ് ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ ഗോയിങ് റേറ്റ് പ്രൈസിങ് പോളിസിനെ നമ്മൾ വേറെ പേരിട്ട് വിളിക്കും. ഒന്നാമത്തത് ആക്സെപ്റ്റൻസ് പ്രൈസിംഗ് വിളിക്കും നമ്മൾ, പിന്നെ മാർക്കറ്റ് ഇക്വേറ്റഡ് പ്രൈസ് എന്ന് വിളിക്കും, പിന്നെ പാരിറ്റി പ്രൈസിംഗ് വിളിക്കും. ഓർത്ത് വെക്കുക, ആക്സെപ്റ്റൻസ് പ്രൈസിങ്, മാർക്കറ്റ് ഇക്വേറ്റഡ് പ്രൈസിങ് ആൻഡ് പാരിറ്റി പ്രൈസിങ്. ഇത് മൂന്നും നമ്മൾ ഗോയിങ് റേറ്റ് ഓഫ് പ്രൈസിംഗ് പോളിസിനെ നമ്മൾ വിളിക്കുന്നതാണ്. ഓക്കെ, മറന്നു പോകരുത്, ചിലപ്പോൾ വൺ വേർഡ് ഒക്കെ ചോദിക്കാം. പിന്നെ രണ്ടാമത്തെ കോമ്പറ്റീഷൻ ബേസ്ഡ് പ്രൈസിംഗ് പോളിസിയിലെ രണ്ടാമത്തെ ആളാണ് കസ്റ്റമറി ഓർ കൺവെൻഷണൽ പ്രൈസിംഗ്. ഓക്കെ, കസ്റ്റമറി ഓർ കൺവെൻഷണൽ പ്രൈസിംഗ് നമുക്ക് കേട്ടിട്ടുള്ള ഫെമിലിയർ ആയിട്ടുള്ള ഒരു വേർഡാണ്. അതായത് ശ്രദ്ധിച്ചോളാ, ഇൻ ദി കേസ് ഓഫ് സം കമ്മോഡിറ്റീസ് the prices get fixed because they have prevailed over a long period of time. Okay, for example, the price of a tea or coffee is customarily fixed. അതായത് ചില പ്രൊഡക്റ്റുകൾ ഉണ്ട്, അതായത് കുറെ കാലാകാലമായിട്ട് പ്രൊഡക്റ്റിന്റെ വില അത് തന്നെയായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഉപ്പ്, സാൾട്ടിന്റെ വില 10 രൂപ. ഇപ്പോൾ കുറെ കാലമായിട്ട് നമുക്ക് സാൾട്ടിന്റെ വില 10 രൂപ തന്നെ തുടരുകയാണ്. അതേപോലെ മറ്റേ തീപ്പെട്ടി, മാച്ച് ബോക്സിന് 1 രൂപ. ആ 1 രൂപയിൽ നിന്ന് മാച്ച് ബോക്സിന്റെ വില എന്താകുന്നില്ല, ചേഞ്ച് ആവുന്നില്ല. അപ്പോൾ ആ പ്രൈസിംഗ് പോളിസിനെയാണ് കസ്റ്റമറി ഓർ കൺവെൻഷണൽ പ്രൈസിംഗ് പോളിസി എന്ന് പറയുന്നത്. അതായത് കുറെ കാലമായിട്ട് അത് അങ്ങനെ തന്നെയായിരിക്കും. ഒരിക്കലും നമ്മൾ എന്താക്കില്ല, ചേഞ്ച് ചെയ്യാനായി നിൽക്കില്ല. നമ്മളും ചേഞ്ച് ചെയ്യാൻ നിൽക്കില്ല, നമ്മുടെ കോമ്പറ്റീറ്ററും എന്താക്കില്ല, ചേഞ്ച് ചെയ്യാൻ വേണ്ടി നിൽക്കില്ല. ഓക്കെ, അത്തരം മെത്തേഡിനെയാണ് നമ്മൾ കസ്റ്റമറി ഓർ കൺവെൻഷണൽ പ്രൈസിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, വീണ്ടും പറയാണ്, കോമ്പറ്റീഷൻ ബേസ്ഡ് പ്രൈസിംഗ് പോളിസിയിൽ മെയിൻ ആയിട്ട് രണ്ടെണ്ണമുള്ളത് ഗോയിങ് റേറ്റും കൺവെൻഷണൽ പ്രൈസിംഗും. ഗോയിങ് റേറ്റ് പറയുന്ന സമയത്ത് നിങ്ങൾ പറയണം ഹോമോജിനിറ്റിന്റെ കാര്യം ഓർത്ത് വെക്കണം. കസ്റ്റമറി ഓർ കൺവെൻഷണൽ പ്രൈസിംഗ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ പറയണം ലോങ് റണ്ണിൽ സെയിം എമൗണ്ട് ആയിരിക്കും പ്രൈസ് ആയിട്ട് ഉണ്ടാവുക. ഇനി നമ്മൾ ഏറ്റവും ലാസ്റ്റ് പോയിന്റിലേക്ക് പോവാണ്, മെത്തേഡ്സ് ഓർ സ്ട്രാറ്റജീസ് ഓഫ് പ്രൈസിംഗ് ഓഫ് ന്യൂ പ്രൊഡക്റ്റ്. നമ്മളൊരു പുതിയ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ കൊണ്ടുവരാൻ പോകാതിരിക്കുക. പുതിയൊരു പ്രൊഡക്റ്റ്, ഞാനിപ്പോൾ പുതിയൊരു പ്രൊഡക്റ്റ് കണ്ടുപിടിച്ചു, ആ പ്രൊഡക്റ്റ് ഞാൻ മാർക്കറ്റിലേക്ക് കൊണ്ടുവരാൻ പോകാന്ന് വിചാരിക്കുക. ഓക്കെ, അങ്ങനെ ഞാൻ കൊണ്ടുവരുന്ന സമയത്ത് ഞാൻ 2 രീതിയാണ് പ്രൈസ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക. 2 സ്ട്രാറ്റജീസ് ആണ് പ്രൈസ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക. അതിൽ ഒന്നാമത്തെ സ്ട്രാറ്റജിയാണ് സ്കിമ്മിങ് പ്രൈസ് പോളിസി.
ഓക്കെ, രണ്ടാമത്തെ സ്ട്രാറ്റജിയാണ് പെനിട്രേഷൻ പ്രൈസ് പോളിസി. ഓക്കെ, സ്കിമ്മിങ്ങും പെനിട്രേഷനും. സാധാരണ യൂണിവേഴ്സിറ്റി എക്സാമിൽ എന്തായാലും ഈ രണ്ട് ക്വസ്റ്റിനും ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ വരത്തില്ല. അപ്പൊ നിങ്ങൾ നല്ല രീതിയിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതിലൊന്നാമതാണ് സ്കിമ്മിങ് പ്രൈസ് പോളിസി. ഓക്കെ, ശ്രദ്ധിക്കുക. ദിസ് ഈസ് ഡൺ വിത്ത് ദ ബേസിക് ഐഡിയ ഓഫ് ഗെയിനിങ് പ്രീമിയം ഫ്രം ദോസ് ബയേഴ്സ് ഹു ആർ ഓൾവേസ് റെഡി ടു പേ such higher price than others. Okay. Accordingly, a product is priced at a very high level due to incurring large promotional expenses in the early stage. Okay. ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്നുണ്ടെങ്കിൽ ഈ സ്കിമ്മിങ് പ്രൈസിങ് പോളിസി, അതായത് ഞാനിപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഇറക്കാൻ പോകുന്ന സമയത്ത് എന്റെ ലക്ഷ്യം ഈ പ്രീമിയം കസ്റ്റമേഴ്സിനെയാണ്. ഓക്കെ, അപ്പൊ ഈ പ്രീമിയം കസ്റ്റമേഴ്സിനെ ഞാൻ അവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താക്കും, നല്ലോണം അഡ്വർടൈസ്മെന്റും ഒക്കെ ഇറക്കും. അതുപോലെ തന്നെ പ്രീമിയം കസ്റ്റമേഴ്സ് എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം വാല്യൂ ഉള്ള കസ്റ്റമേഴ്സ് ആണ്. നേരത്തെ പറഞ്ഞതുപോലെ ആപ്പിൾ ഐഫോൺ ആണ് ഉപയോഗിക്കുക, അല്ലാതെ താഴെയുള്ള ലോക്കൽ ഫോൺസ് എല്ലാം ഉപയോഗിക്കുക. ഓക്കെ, അങ്ങനത്തെ ടീംസ്. അപ്പൊ അങ്ങനത്തെ ടീംസിനെയാണ് ഞാൻ ഇവിടെ ലക്ഷ്യം വെക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഞാൻ ഇറക്കാൻ പോകുന്ന പ്രൊഡക്റ്റ് അഡ്വർടൈസ്മെന്റും എല്ലാ പ്രൊമോഷൻ സ്ട്രാറ്റജീസ് ഒക്കെ കൂടുതലുള്ളത് കൊണ്ട് തന്നെ ഞാൻ എന്താക്കും, അതിന് നല്ലൊരു പ്രൈസും കൂടെ അവിടെ ഫിക്സ് ചെയ്യും. ഓക്കെ, കാരണം പ്രീമിയം കസ്റ്റമേഴ്സ് ആണ് എന്റെ ലക്ഷ്യം. അതിനാണ് സ്കിമ്മിങ് പ്രൈസിങ് പോളിസി എന്ന് പറയാം. എന്നിട്ട് ഞാൻ എന്താക്കുന്നുണ്ടെങ്കിൽ പ്രൊഡക്റ്റ് ഇറക്കുന്ന സമയത്ത് ഞാൻ ഹൈ പ്രൈസിൽ ഇറക്കും, പ്രീമിയം കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സ്വാഭാവികമായിട്ട് അങ്ങനെ പ്രീമിയം കസ്റ്റമേഴ്സ് അട്രാക്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ താഴെയുള്ള നോർമൽ കസ്റ്റമേഴ്സും കൂടെ എന്താക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് ആഗ്രഹം ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ക്ലാസ്മേറ്റിന്റെ നോട്ട്ബുക്ക്. ഈ ക്ലാസ്മേറ്റിന്റെ നോട്ട്ബുക്ക് ഇറങ്ങുന്ന സമയത്ത് വളരെ ഹൈ പ്രൈസ് ആയിരുന്നു. പിന്നീട് എന്താക്കിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്താക്കി, അന്നേരം അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഈ പ്രീമിയം കസ്റ്റമേഴ്സിനെ പിടിക്കുക എന്നുള്ളതാണ്. പിന്നീട് അവരെന്താക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമൽ കസ്റ്റമേഴ്സിലേക്ക് കൂടി എത്തി, അതായത് പ്രൈസ് ചെറുങ്ങനെ കുറച്ചിട്ട് നോർമൽ പ്രൈസിലേക്ക് എത്തി. ഓക്കെ, അവർ ഉപയോഗിച്ച പോളിസിയാണ് സ്കിമ്മിങ് പ്രൈസ് പോളിസി. അതായത് അവർ ആദ്യം എന്താക്കിയിട്ടുണ്ട്, ഇനീഷ്യൽ സ്റ്റേജിൽ ഹൈ പ്രൈസ് ചൂസ് ചെയ്തു. ഓക്കെ, ഇനീഷ്യൽ സ്റ്റേജിൽ ഹൈ പ്രൈസ് ചൂസ് ചെയ്തിട്ട് പിന്നെ ബാക്കി സ്റ്റേജിലേക്ക് എന്താക്കി, ചെറിയ ചെറിയ രീതിയിൽ പ്രൈസ് കുറച്ച് വന്നു. അപ്പോൾ പ്രൈസ് ഹൈറ്റ് ലോ ആണ്, നിങ്ങൾ ഓർത്ത് വെക്കുക. ഇനീഷ്യൽ സ്റ്റേജിൽ സ്കിമ്മിങ് പ്രൈസ് പോളിസി പ്രകാരം പ്രോഡക്റ്റിന് വെരി ഹൈ പ്രൈസ് ആയിരിക്കും ഉണ്ടാവുക. പിന്നീട് എന്തായി മാറുക, പ്രൈസ് കുറഞ്ഞ് ലോ പ്രൈസ് ആയിട്ട് മാറും. ഓക്കെ, ഇപ്പൊ പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഇനീഷ്യൽ സമയത്ത് സ്കിമ്മിങ് പ്രൈസ് പോളിസി പ്രകാരം ഹൈ പ്രൈസ് ആയിരിക്കും ചൂസ് ചെയ്യാം. ഇത് രണ്ടാമത്തെ പോയിന്റ് ആണ് പെനിട്രേഷൻ പ്രൈസിങ് പോളിസി. ഓക്കെ, രണ്ടാമത്തെ സ്ട്രാറ്റജിയാണ് പെനിട്രേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞ സ്കിമ്മിങ് പ്രൈസ് പോളിസിന്റെ നേരെ ഓപ്പോസിറ്റ്. അതായത് പ്രൊഡക്റ്റ് ഇറക്കുന്ന സമയത്ത് എന്തായിരിക്കും, ലോ പ്രൈസ് ആയിരിക്കും പ്രൊഡക്റ്റിന് ഉണ്ടാവുക, ലോ പ്രൈസ്. പിന്നീട് എന്താക്കും, at the low price at the beginning to stimulate the growth of the market to capture a large share of it. അതെന്താണെന്നുണ്ടെങ്കിൽ പ്രൊഡക്റ്റ് ഇറക്കുന്ന സമയത്ത് ലോ പ്രൈസിൽ എന്താക്കും, അവർ പ്രൊഡക്റ്റ് ഇറക്കും. പിന്നീട് അത് നോർമൽ കസ്റ്റമേഴ്സിനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നീട് അവർ എന്താക്കുന്നുണ്ടെങ്കിൽ പ്രൈസ് കൂട്ടി വരും. ഓക്കെ, അപ്പോഴും നിലവിലുള്ള ഡിമാൻഡും നിലവിലുള്ള കസ്റ്റമേഴ്സ് ഉണ്ടാവില്ല, പോകില്ല. അതിനുള്ള മെയിൻ എക്സാമ്പിൾ ആണ് നമ്മൾ പണ്ട് മഞ്ചിന്റെ ബാറ് 2 രൂപക്കായിരുന്നു അത് അവൈലബിൾ ആയിട്ടുള്ളത്. ഇങ്ങനെ മഞ്ച് വലിയ രീതിയിൽ ക്ലിക്കായ സമയത്ത് സ്വാഭാവികമായിട്ടും അതെന്തായി മാറി, അതിന്റെ പൈസ 2 രൂപ എന്നുള്ളതിൽ 5 രൂപയായിട്ട് മാറി. പക്ഷെ നിലവിൽ ഇപ്പോഴും അതിന് എന്തുണ്ട്, അതിന്റെ കസ്റ്റമേഴ്സ് നിലവിൽ അതിന് തന്നെ ഉണ്ട്. ഓക്കെ, അതാണ് പെനിട്രേഷൻ പ്രൈസിങ് പോളിസി പറയുന്നത്. അതായത് ന്യൂ പ്രൊഡക്റ്റ് ഇറക്കുന്ന സമയത്ത് ആദ്യം പ്രൈസ് ലോയിൽ ഇടും. ഓക്കെ, പ്രൈസ് ഫിക്സ് ചെയ്യാൻ ലോ പ്രൈസ് ആയിട്ട് ഫിക്സ് ചെയ്യാം. പിന്നീട് അവരെന്താക്കും, ഗ്രാജുവലി ആയിട്ട് എന്താക്കും, പ്രൈസ് കൂട്ടി കൊണ്ടുവരും. ഓക്കെ, അപ്പൊ സ്കിമ്മിങ്ങും പെനിട്രേഷൻ പ്രൈസിങ് പോളിസി തമ്മിലുള്ള മെയിൻ വ്യത്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കിമ്മിങ് പ്രൈസ് പോളിസിയിൽ ആദ്യം തന്നെ പ്രൈസ് എന്താക്കും, ഹൈ പ്രൈസ് ചാർജ് ചെയ്യും, പിന്നെ അത് കുറച്ചാണ് വരിക. പെനിട്രേഷൻ പ്രൈസിംഗിൽ ആദ്യം ലോ പ്രൈസ് ചാർജ് ചെയ്യും, പിന്നീട് എന്താക്കും, അത് ഗ്രാജുവലി ഹൈ പ്രൈസ് ആക്കി കൊണ്ടുവരും. ഓക്കെ, അതാണ് മെയിൻ ആയിട്ട് പറയുന്നത്. ഇനി ലാസ്റ്റ് പോയിന്റ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് ഇതിൽ കഴിഞ്ഞ യൂണിവേഴ്സിറ്റി എക്സാം ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ഇമ്പോർട്ടന്റ് പ്രൈസിങ് സ്ട്രാറ്റജീസ്. അതായത് നമ്മളിപ്പോ സ്കിമ്മിങ്ങും പെനിട്രേഷൻ പറഞ്ഞിട്ടുള്ളത് പുതിയൊരു പ്രൊഡക്റ്റ് നമ്മുടെ മാർക്കറ്റിലേക്ക് അവൈലബിൾ ആക്കുന്ന സമയത്ത് ഏത് പ്രൈസിങ് പോളിസിയാണ് ചൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, ഈ ഇമ്പോർട്ടൻസ് ഓഫ് പ്രൈസിങ് സ്ട്രാറ്റജി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിലവിൽ കുറെ പ്രൊഡക്റ്റ് ഉണ്ടാവല്ലോ, എക്സിസ്റ്റിംഗ് പ്രൊഡക്റ്റ്. ആ പ്രൊഡക്റ്റിന് നമ്മൾ പ്രൈസ് എങ്ങനെയൊക്കെയാണ് നമ്മൾ ഫിക്സ് ചെയ്യുന്നതാണ്, എക്സിസ്റ്റിംഗ് പ്രൊഡക്റ്റിന്റെ പ്രൈസ് എങ്ങനെയാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നതാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, ഓർത്ത് വെച്ചോളെ. ന്യൂ പ്രൊഡക്റ്റിനാണ് സ്കിമ്മിങ്ങും പെനിട്രേഷനും, എക്സിസ്റ്റിംഗ് പ്രൊഡക്റ്റിന്റെ കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, എക്സിസ്റ്റിംഗ് പ്രൊഡക്റ്റിന്റെ പ്രൈസ് നമ്മൾ 10 രീതിയിലാണ് ഫിക്സ് ചെയ്യുക. 1 സൈക്കോളജിക്കൽ പ്രൈസിങ്, 2 ജിയോഗ്രഫിക്കൽ പ്രൈസിങ്, 3 ബേസ് പോയിന്റ് പ്രൈസിങ്, 4 സോൺ പ്രൈസിങ്, 5 ഡ്യുവൽ പ്രൈസിങ്, പിന്നെ അഡ്മിനിസ്ട്രേറ്റഡ് പ്രൈസിങ്, മാർക്കപ്പ് പ്രൈസിങ്, പ്രൊഡക്റ്റ് ലൈൻ പ്രൈസിങ്, ക്യാപ്റ്റീവ് പ്രൊഡക്റ്റ് പ്രൈസിങ്, പ്രൈസ് ബണ്ട്ലിംഗ്. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള വേർഡ്സ് ആണ്, നമുക്ക് അതിലേക്ക് പോവാം. ഒന്നാമത് സൈക്കോളജിക്കൽ പ്രൈസിങ്. സൈക്കോളജിക്കൽ പ്രൈസിങ് എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സം മാനുഫാക്ചേഴ്സ് ഫിക്സ് prices their products on the manner that it may create an impression in the minds of consumers that
പ്രൈസസ് ആർ ലോ. അതാണ്, അതായത് നമ്മളെ പറ്റിക്കുന്ന പരിപാടി. അതായത് നമ്മൾ പ്രൊഡക്റ്റ് കണ്ടവരിക്കും പ്രൈസ് ലോ ആണെന്നുള്ളത്, പക്ഷെ പ്രൊഡക്റ്റിന് നല്ല പ്രൈസ് ഹൈ ആയിട്ടാണ് ഉണ്ടാവുക. അതായത് നമ്മളൊരു ഡ്രസ്സ് വാങ്ങിക്കാൻ പോയി, ഡ്രസ്സിന്റെ വില 1000 രൂപ എന്നാണ് ചില ഷോപ്പുകളിൽ. ഓക്കെ, ചില ഷോപ്പുകൾ ആ 1000 ഒഴിവാക്കിയിട്ട് എന്താക്കും, 999 ഇടും. ഓക്കെ, 999 ഇടും. അപ്പൊ നമ്മൾ വിചാരിക്കും ഈ 999 ആയതുകൊണ്ട് തന്നെ പ്രൈസിന് ചെറിയൊരു വ്യത്യാസം ഉണ്ടല്ലോ, പ്രൈസ് കുറവാന്ന് വിചാരിക്കും. അപ്പൊ നമ്മുടെ കോൺസെപ്റ്റിൽ ഇവിടെ 1 രൂപയാണ് കുറവുള്ളതെങ്കിലും പൊതുവേ നമ്മുടെ കോൺസെപ്റ്റിൽ വിചാരിക്കും ഇത് വളരെ കൂടുതലാണെന്നും ഇത് വളരെ കുറവാണെന്നുള്ളതാണ് നമ്മുടെ മനസ്സിൽ ധാരണ. ഓക്കെ, അതാണ് സൈക്കോളജിക്കൽ പ്രൈസിങ് പറയുന്നത്. അതായത് നമ്മളെ വിശ്വസിപ്പിക്കും പ്രൈസ് കുറവാന്നുള്ള രീതിയിൽ. ഓക്കെ, അതിനാണ് സൈക്കോളജിക്കൽ പ്രൈസിങ് പറയുക. രണ്ടാമത് ജിയോഗ്രഫിക്കൽ പ്രൈസിങ്. ജിയോഗ്രഫിക്കൽ പ്രൈസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ പ്രാക്ടീസ് ഓഫ് ചാർജിങ് ഡിഫറെന്റ് പ്രൈസസ് ഫോർ ദ സെയിം പ്രോഡക്റ്റ് ടു കസ്റ്റമേഴ്സ് ടു കവർ ഹയർ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്. അതായത് സെയിം പ്രോഡക്റ്റ് തന്നെ ഡിഫറെന്റ് പ്രൈസിൽ എന്താക്കും നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കും. ഓക്കെ, അതെന്താ അങ്ങനെ കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഹയർ ആയതുകൊണ്ടാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മുടെ ഇന്ത്യയിലുള്ള പെട്രോളിന്റെ വിലയും സൗദി അറേബ്യയിലെ പെട്രോളിന്റെ വിലയും നോക്കുക. ഓക്കെ, സൗദി അറേബ്യയിൽ ഇന്ത്യൻ റുപ്പി 10 രൂപയ്ക്ക് പെട്രോൾ അവൈലബിൾ ആണെങ്കിൽ നമ്മൾ ഇന്ത്യയിൽ എത്ര കൊടുക്കണം, 70 റുപ്പീസ് കൊടുക്കണം. അതിന് കാരണം എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്തുണ്ട്, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോസ്റ്റ്, ഹയർ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഉണ്ട്. ഓക്കെ, ചെറുതല്ലാത്ത ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഉള്ളത് കൊണ്ടാണ് അവിടെ അങ്ങനെ ഹയർ ആയിട്ട് നമുക്ക് കോസ്റ്റ് ചാർജ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിനാണ് നമ്മൾ ജിയോഗ്രഫിക്കൽ പ്രൈസിംഗ് എന്ന് പറയുന്നത്. അതായത് സെയിം പ്രൊഡക്റ്റ് തന്നെ ഡിഫറെന്റ് പ്രൈസിൽ എന്താക്കും ഡിഫറെന്റ് കസ്റ്റമേഴ്സിന് ചാർജ് ചെയ്യും. ഓക്കെ, കാരണം എന്താണ്, ഹയർ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്. റെഡി. ഇനി അടുത്ത ബേസ് പോയിന്റ് പ്രൈസിംഗ് ആണ്. ബേസ് പോയിന്റ് പ്രൈസിങ്ങും ഈ ജിയോഗ്രഫിക്കൽ പ്രൈസ് പോലെ തന്നെയാണ്. ജിയോഗ്രഫിക്കൽ പ്രൈസിന്റെ ഒരു ഫോം പോലെയാണ്. ഇവിടെ എന്താ പറയുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒരു കമ്പനി ഒരു ബേസ് പോയിന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു സിറ്റിനെ തിരഞ്ഞെടുക്കും. ഓക്കെ, ആ സിറ്റിയിൽ ആ പ്രോഡക്റ്റിന് ഫാക്ടറി വില ഉണ്ടാവുക. ഓക്കെ, ബാക്കിയുള്ള സിറ്റികളിൽ ആ പ്രോഡക്റ്റ് കൊടുക്കുന്ന സമയത്ത് ഈ ബേസ് പോയിന്റ് സിറ്റി താരതമ്യം ചെയ്തിട്ട് എന്താക്കും, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റിലെ ഡിഫറൻസ് വെച്ചിട്ട് ഹൈ പ്രൈസ് ചാർജ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഞാനൊരു സോപ്പിന്റെ കമ്പനി കോഴിക്കോടാണ് തുടങ്ങിയിട്ടുള്ളത് വിചാരിക്കാം. അപ്പൊ എന്റെ കമ്പനീന്റെ ബേസ് പോയിന്റ് ഈ കോഴിക്കോടാണ് ഉണ്ടാവുക, കോഴിക്കോട്. ഓക്കെ, അപ്പൊ ആ സോപ്പ് ചിലപ്പോൾ എന്റെ ഫാക്ടറി വിലയ്ക്ക് ഞാൻ നമുക്ക് എന്താക്കാൻ പറ്റും, കോഴിക്കോട്ടിൽ അവൈലബിൾ ആക്കാൻ പറ്റും. കാരണം ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഉണ്ടാവില്ല, ഉണ്ടെങ്കിൽ തന്നെ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. പക്ഷെ ഞാനത് കണ്ണൂര് അല്ലെങ്കിൽ കാസർഗോഡ് അങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എന്റെ പ്രൊഡക്റ്റിന്റെ വില കോഴിക്കോട് ഞാൻ അവൈലബിൾ ആക്കുന്ന പ്രൊഡക്റ്റിനെക്കാട്ടും കുറച്ച് കൂടുതലായിരിക്കും. കാരണം എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്. ഓക്കെ, അപ്പൊ ബേസ് പോയിന്റ് പ്രൈസിംഗ് പറയുന്നത് നമ്മളൊരു സിറ്റിനെ ബേസ് പോയിന്റ് ആയിട്ട് പ്രഖ്യാപിക്കും. ആ ബേസ് പോയിന്റിൽ പ്രൊഡക്റ്റിന്റെ വില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാക്ടറി പ്രൈസ് ആയിരിക്കും. ഓക്കെ, ഓർത്ത് നോക്കുക, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ അടുത്തത് സോൺ പ്രൈസിങ്. ഓക്കെ, സോൺ പ്രൈസിങ്ങിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില കമ്പനീസ് കുറച്ച് ഏരിയകൾ സോണുകളായിട്ട് പ്രഖ്യാപിക്കും. ഓക്കെ, 2-3 സ്ഥലങ്ങളെയാണ് നമ്മൾ സോണായിട്ട് പ്രഖ്യാപിക്കും. ഓക്കെ, ആ സോണിനകത്ത് പ്രൈസ് എന്തായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെയിം ആയിരിക്കും. ഓക്കെ, പിന്നെ ബാക്കി സോണിൽ എന്തായിരിക്കും, പ്രൈസ് ഡിഫറൻസ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഞാനൊരു പ്രോഡക്റ്റ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പ്രോഡക്റ്റ്, ഓക്കെ, ആ പ്രോഡക്റ്റ് ഇറക്കുന്ന സമയത്ത് എന്റെ കമ്പനിക്ക് 3 ബ്രാഞ്ച് ഉണ്ട്, കോഴിക്കോട്, കണ്ണൂര്, കാസർഗോഡ്. ഈ 3 ബ്രാഞ്ചും കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡാണ്. ഈ 3 ബ്രാഞ്ചിലും ഞാൻ സോണായിട്ട് പ്രഖ്യാപിക്കും. അതായത് ഈ 3 സോണിലും സാധനം വാങ്ങുവാണെങ്കിൽ 100 രൂപക്ക് സാധനം കിട്ടും. ഓക്കെ, 100 രൂപ കൃത്യമായിട്ട് സെയിം പ്രൈസിൽ 3 സോണിൽ പോയിട്ടുണ്ടെങ്കിലും കസ്റ്റമർക്ക് സാധനം കിട്ടും. പക്ഷേ ബാക്കിയുള്ള 11 ജില്ലകളിൽ പോയിട്ടുണ്ടെങ്കിൽ 11 ജില്ലകളിൽ പോയി പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ എന്റെ പ്രോഡക്റ്റിന് ചിലപ്പോൾ 100 പ്ലസ് 100ന്റെ മേലെ എന്താക്കേണ്ടി വരും, പ്രൈസ് കൊടുക്കേണ്ടി വരും. ഓക്കെ, അതാണ് സോൺ പ്രൈസ് എന്ന് പറയുന്നത്. ഇവിടെ കമ്പനി 2-3 സ്ഥലങ്ങൾ സോണുകളായിട്ട് പ്രഖ്യാപിക്കും. ആ സോണിൽ എന്ത് കൊടുത്താൽ മതി, സെയിം പ്രൈസ് കൊടുത്താൽ മതി. ഓക്കെ, മറന്നു പോകരുത്. അടുത്തത് ഡുവൽ പ്രൈസിംഗ് ആണ്. ഡുവൽ പ്രൈസിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോളാം, ജിയോഗ്രാഫിക്കൽ പ്രൈസ് പോലെയാണ് നമുക്ക് തോന്നും, പക്ഷേ തീരെ ജിയോഗ്രാഫിക്കൽ പ്രൈസ് ഒരു ബന്ധമില്ല. എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡുവൽ പ്രൈസിംഗിൽ സെയിം മാർക്കറ്റിൽ തന്നെ ഒരു പ്രൊഡക്റ്റിന് ഡിഫറെന്റ് പ്രൈസ് ചാർജ് ചെയ്യും. ഓക്കെ, സെയിം മാർക്കറ്റിൽ തന്നെ സെയിം പ്രോഡക്റ്റ് ഡിഫറെന്റ് പ്രൈസസിൽ ചാർജ് ചെയ്യും. എങ്ങനെയാന്ന് പറഞ്ഞുതരാം. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോ നോർമൽ ഷോപ്പിൽ പോയിട്ട് 1 kg ഷുഗർ വാങ്ങാൻ വിചാരിക്കുക. 1 kg ഷുഗറിന് നമ്മൾ എന്ത് കൊടുക്കണം, 50 റുപ്പീസ് കൊടുക്കണം വിചാരിക്കുക. ഓക്കെ, ഇതേ ഷുഗർ തന്നെ നമ്മുടെ ഗവൺമെന്റിന്റെ മാവേലി സ്റ്റോർ ഒക്കെ ഉണ്ടാവും നമ്മുടെ നാട്ടിൽ തന്നെ. നമ്മളിപ്പോ 1 kg ഷുഗർ വാങ്ങി തൊട്ടടുത്ത് ചിലപ്പോൾ ഗവൺമെന്റിന്റെ മാവേലി സ്റ്റോറുകളൊക്കെ ഉണ്ടാവും. അവിടെ എന്ത് കൊടുത്താൽ മതി, 35 റുപ്പീസ് കൊടുത്താൽ മതി വിചാരിക്കുക. ഓക്കെ, അതാണ് വ്യത്യാസം. അതായത് സെയിം മാർക്കറ്റിൽ തന്നെ പ്രോഡക്റ്റിന് എന്താക്കുന്നുണ്ട്, ഡിഫറെന്റ് പ്രൈസ് ചാർജ് ചെയ്യുന്നുണ്ട്.
അതിനെയാണ് ഡുവൽ പ്രൈസിംഗ് എന്ന് പറയുക. പേരിൽ തന്നെ ഉണ്ട് എന്താണ് ഡുവൽ, രണ്ട് എന്നുള്ള അർത്ഥം വരുന്നുണ്ട്. ഓക്കെ, മറന്നു പോകരുതേ അതും. പിന്നെ അടുത്തത് അഡ്മിനിസ്ട്രേറ്റഡ് പ്രൈസിംഗ് ആണ്. അഡ്മിനിസ്ട്രേറ്റഡ് പ്രൈസിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ആരാണ് പ്രൈസ് ഫിക്സ് ചെയ്യുക? മാനേജീരിയൽ ഡിസിഷന്റെ അടിസ്ഥാനത്തിലാണ് പ്രൈസ് ഫിക്സ് ചെയ്യുക. അതായത് ഇവിടെ കമ്പനീന്റെ മാനേജേഴ്സ് പറയും നമുക്ക് ഇത്ര പ്രൈസിന് സാധനം വിറ്റാൽ മതി. ഓക്കെ, അവിടെ അവർ എന്ത് നോക്കുന്നില്ല, ഡിമാൻഡോ അല്ലെങ്കിൽ കോമ്പറ്റീഷനോ അല്ലെങ്കിൽ കോസ്റ്റോ ഒന്നും നോക്കുന്നില്ല. അവിടെ വെറും മാനേജീരിയൽ ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് തീരുമാനിക്കുക, പ്രൊഡക്റ്റിന്റെ പ്രൈസ് തീരുമാനിക്കുക. അതിനെ കൊണ്ടാണ് നമ്മൾ അഡ്മിനിസ്ട്രേറ്റഡ് പ്രൈസിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അടുത്തത് മാർക്കപ്പ് പ്രൈസിംഗ് ആണ്. മാർക്കറ്റ് പ്രൈസിംഗ് മെയിൻ ആയിട്ട് ഫോളോ ചെയ്യുന്നത് ഇതാണ്, ഹോൾസെയിലേഴ്സും റീറ്റെയിലേഴ്സും ആണ്. മാർക്കറ്റ് പ്രൈസിംഗ് മെയിൻ ആയിട്ട് ഫോളോ ചെയ്യുന്നത് ഹോൾസെയിലേഴ്സും റീറ്റെയിലേഴ്സും ആണ്. ഇവരെന്താ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഒരു പ്രൊഡക്റ്റ് 3 സ്റ്റേജ് കഴിഞ്ഞിട്ടാണ് കസ്റ്റമറുടെ അടുത്ത് എത്തുന്നത് വിചാരിക്കുക. ഓക്കെ, ഇവിടെ ഒരു ഹോൾസെയിലർ ഉണ്ട്, ഇവിടെ ഒരു ഹോൾസെയിലർ ഉണ്ട്, ഇവിടെ ഒരു റീറ്റെയിലർ അല്ല വിചാരിക്കുക. ഓക്കെ, ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഹോൾസെയിലർ അടുത്ത് 100 രൂപക്കാണ് പ്രൊഡക്റ്റ് കിട്ടിയത് വിചാരിക്കുക. ഓക്കെ, ഈ ഹോൾസെയിലർ എന്താക്കുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 15% പ്രോഫിറ്റ് അവിടെ ചാർജ് ചെയ്യും. എന്നിട്ട് 115 രൂപയ്ക്ക് എന്താക്കും, അടുത്ത ഹോൾസെയിലർക്ക് വെക്കും. 115 രൂപക്കാണ് അടുത്ത ഹോൾസെയിലർക്ക് കിട്ടുന്നത്. അയാൾ എന്താക്കും, വീണ്ടും ഒരു 15% ചാർജ് ചെയ്തിട്ട് അടുത്ത റീറ്റെയിലർക്ക് വെക്കും. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഹോൾസെയിലറും റീറ്റെയിലർ എന്താക്കുന്നുണ്ട്, ആഡ് എ സെർട്ടൈൻ പെർസെന്റേജ് ഓഫ് ഹോൾസെയിലേഴ്സ് പ്രൈസ്. അതായത് പ്രൊഡക്റ്റിന്റെ ഹോൾസെയിൽ പ്രൈസിനെ കാട്ടും കൂടുതലായിട്ട് സെർട്ടൈൻ പെർസെന്റേജ് ആഡ് ചെയ്തിട്ടാണ് അടുത്ത പ്രോസസ്സിലേക്ക് വെക്കുക. ഫോർ എക്സാമ്പിൾ, ആൻ ഐറ്റം ദാറ്റ് കോസ്റ്റ് ₹25 is sold for ₹30. ഓക്കെ, ഇവിടെ മാർക്കപ്പ് പ്രൈസ് എന്ന് പറയുന്നത് ₹5 ആയിരിക്കും. മനസ്സിലായോ? 25 രൂപക്കാണ് ചിലപ്പോൾ റീറ്റെയിലർക്ക് പ്രൈസ് കിട്ടിയിട്ടുണ്ടാവുക. അയാൾ എന്താ കണ്ടത് 30 രൂപക്കാണ് വിൽക്കുന്നത്. ഓക്കെ, അതിനാണ് മാർക്ക് അപ്പ് പ്രൈസിംഗ് എന്ന് പറയുക. ഇവിടെ ഹോൾസെയിലർ അല്ലെങ്കിൽ റീറ്റെയിലർ അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് സെർട്ടൈൻ പെർസെന്റേജ് ഓഫ് പ്രോഫിറ്റ് ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ലാസ്റ്റ് വൺ, അടുത്ത പോയിന്റ് ആണ് പ്രൈസ് ബണ്ട്ലിംഗ്. പ്രൈസ് ബണ്ട്ലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചില കോംബോ ഓഫറുകളൊക്കെ നമുക്ക് കാണാം. ഓക്കെ, ഈ കോംബോ ഓഫറാണ് മെയിൻ ആയിട്ട് പ്രൈസ് ബണ്ട്ലിംഗ് എന്ന് പറയുന്നത്. കോംബോ, അതായത് മെയിൻ ആയിട്ട് നമ്മളിപ്പോ മെയിൻ ആയിട്ട് ഫുഡ് ഷോപ്പിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ, ഫുഡ് സ്റ്റോറിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് ഇവർ പറയും ഇന്ന സാധനങ്ങളുടെ കൂടെ ഇന്ന സാധനങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡിസ്കൗണ്ടിൽ കിട്ടും എന്നൊക്കെ പറയും. അത്തരം കോംബോ ഓഫർ പ്രൈസിങ്ങിനാണ് നമ്മൾ പ്രൈസ് ബണ്ട്ലിംഗ് എന്ന് പറയാം. അതായത് ഒരു പ്രൈസ് വാങ്ങുന്ന സമയത്ത് 100 രൂപയാണെങ്കിൽ നമ്മളോട് പറയാണ് 11 വാങ്ങിയിട്ടുണ്ടെങ്കിൽ 1000 രൂപ തന്നാൽ മതി എന്നൊക്കെ പറയാണ്. ഓക്കെ, അതിനെയാണ് കോംബോ പ്രൈസിംഗ് എന്ന് പറയുന്നത്. അതിനെ തന്നെയാണ് പ്രൈസ് ബണ്ട്ലിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, മറന്നു പോകരുതേ. പിന്നെ പ്രോഡക്റ്റ് ലൈൻ പ്രൈസിംഗ് ആണ്. പ്രൊഡക്റ്റ് ലൈൻ പ്രൈസിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിമിലർ ഫീച്ചറുള്ള എല്ലാ പ്രൊഡക്റ്റിനും ഒരേപോലെ പ്രൈസ് എന്താക്കുക, ചാർജ് ചെയ്യുക. അതായത് പ്രൊഡക്റ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ സിമിലർ ഫീച്ചറിന്റെ പ്രൊഡക്ട്സ് ആയിരിക്കും. അതായത് സൈസും ക്വാളിറ്റിയും കളറും ഒക്കെ ഏകദേശം എന്തായിരിക്കും, അത് മാത്രമേ ഡിഫറൻസ് ഉണ്ടാവും. ക്വാളിറ്റിയും കളറും സൈസും ഡിഫറൻസ് ഉണ്ടാവും. പക്ഷെ പ്രൊഡക്റ്റ് എന്തായിരിക്കും, ഹോമോജിനിറ്റി ആയിരിക്കും. ഓക്കെ, സിമിലർ ഫിസിക്കൽ ഫീച്ചേഴ്സ്. ഓക്കെ, സിമിലർ ഫിസിക്കൽ ഫീച്ചേഴ്സ് ഉണ്ടാവുക. ഫോർ എക്സാമ്പിൾ സോപ്പ്, പല കമ്പനീന്റെ സോപ്പ് ഉണ്ട്, ലെക്സ് ഉണ്ട്, പിന്നെ മെഡിമിക്സ് ഉണ്ട്. ഇതിനൊക്കെ എന്ന് പറഞ്ഞിട്ട് പിന്നെ ചന്ദ്രിക, ഈ പ്രോഡക്റ്റിനൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഫറെന്റ് സൈസ് ആയിരിക്കും, ഡിഫറെന്റ് ക്വാളിറ്റി ആയിരിക്കും, ഡിഫറെന്റ് കളർ ആയിരിക്കും. പക്ഷെ എന്ത് തന്നെ ആയിട്ടുണ്ടെങ്കിലും പ്രൈസ് റേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 25 to 30 ആയിരിക്കും. ഓക്കെ, അധികം എന്താക്കൂല, ഡിഫറൻസ് വരുത്തൂല. കാരണം അത് പ്രൊഡക്റ്റ് ലൈൻ പ്രൈസിംഗ് ആണ്. എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ലെക്സിന് 50 റുപ്പീസ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കസ്റ്റമേഴ്സ് സ്വാഭാവികമായിട്ട് എന്തിലേക്ക് പോകും, മെഡിമിക്സോ ചന്ദ്രികയോ ഒക്കെ ലൈബോയോ ഒക്കെ നോക്കിയിട്ട് പോകും. അപ്പൊ അതിനെ കൊണ്ട് തന്നെ ഈ പ്രൊഡക്റ്റ് ലൈൻ പ്രൈസിങ് ചെയ്യുന്ന എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിമിലർ ടൈപ്പ് ഓഫ് പ്രൊഡക്റ്റിന് എന്താക്കും, സെയിം പ്രൈസ് അല്ലെങ്കിൽ സിമിലർ പ്രൈസ് ആഡ് ചെയ്യും. അതിനെയാണ് പ്രൊഡക്റ്റ് ലൈൻ പ്രൈസിംഗ് എന്ന് പറയാം. ഇനി ലാസ്റ്റ് വൺ ക്യാപ്റ്റീവ് പ്രൊഡക്റ്റ് പ്രൈസിംഗ് ആണ്. ക്യാപ്റ്റീവ് പ്രൊഡക്റ്റ് പ്രൈസിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ദിസ് ഈസ് അനദർ പ്രൊഡക്റ്റ് മിക്സ് പ്രൈസിംഗ് സ്ട്രാറ്റജി. ദിസ് മെത്തേഡ് ഈസ് അഡോപ്റ്റഡ് ബൈ ദോസ് കമ്പനീസ് വിച്ച് മേക്ക് പ്രൊഡക്ട്സ് മസ്റ്റ് ബി യൂസ്ഡ് അലോങ് വിത്ത് ദ മെയിൻ പ്രൊഡക്റ്റ്. അതായത് ഇതാണ് മസ്റ്റ് ബി യൂസ്ഡ് അലോങ് വിത്ത് ദ സെയിം പ്രൊഡക്റ്റ്. ആ പോയിന്റ് ആണ് നമ്മൾ ആലോചിക്കേണ്ടത്. അതായത് ഈ പ്രൊഡക്റ്റ് ഒറ്റയ്ക്ക് ഒരിക്കലും എന്താക്കാൻ പറ്റില്ല, ഉപയോഗിക്കാൻ പറ്റില്ല. വേറൊരു പ്രൊഡക്റ്റും കൂടെ ഉണ്ടെങ്കിൽ മാത്രം എന്താക്കാൻ പറ്റുള്ളൂ, ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ ക്യാമറ ഫിലിം. ഓക്കെ, വെറും ക്യാമറ കിട്ടിയിട്ട് കാര്യമില്ല, അതിന്റെ കൂടെ എന്തുകൂടെ വേണം, ഫിലിമും കൂടെ വേണം. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് എന്താക്കാൻ പറ്റുള്ളൂ, ഫോട്ടോ ക്യാപ്ചർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം ഇവിടെ ഇവരിങ്ങനെ പ്രൈസ് ഫിക്സ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാമറന്റെ പ്രൈസും കൂടെ നോക്കിയിട്ടാണ് ഫിലിമിന്റെ പ്രൈസ് ഫിക്സ് ചെയ്യുക. അതേപോലെ തന്നെ ഷൂ ആൻഡ് ഷോക്സ്. അപ്പം ഇതൊക്കെയാണ് നമ്മൾ എന്താക്കുക, ക്യാപ്റ്റീവ് പ്രൊഡക്റ്റിന്റെ ഗണത്തിൽ പെടുത്തുക. ഓക്കെ, ഇവിടെ പ്രൈസ് ഫിക്സ് ചെയ്യുക അതിന്റെ മറ്റു പ്രോഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അതായത് ഷൂവിന്റെ വില 1000 റുപ്പീസ് ആണെങ്കിൽ സ്വാഭാവികമായിട്ട് ഷോക്സിന്റെ വില എത്ര ഉണ്ടാവുള്ളൂ, 50 റുപ്പീസ് ഒക്കെ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പം അതിന്റെ
മെയിൻ പ്രൊഡക്റ്റായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇവിടെ പ്രൈസ് ഫിക്സ് ചെയ്യുക. അപ്പൊ നമുക്ക് ഒന്നുകൂടെ പോവാം. പ്രൈസിംഗ് സ്ട്രാറ്റജീസിൽ സൈക്കോളജിക്കൽ പ്രൈസിംഗ് അറിയാം, ജിയോഗ്രഫിക്കൽ പ്രൈസിംഗ്, ബേസ് പോയിന്റ് പ്രൈസിംഗ്, സോൺ പ്രൈസിംഗ്, ഡ്യുവൽ പ്രൈസിംഗ്, അഡ്മിനിസ്ട്രേറ്റഡ് പ്രൈസിംഗ്, മാർക്കപ്പ് പ്രൈസിംഗ്, പ്രൊഡക്റ്റ് ലൈൻ പ്രൈസിംഗ്, ക്യാപ്റ്റീവ് പ്രൊഡക്റ്റ് പ്രൈസിംഗ്, പ്രൈസ് ബണ്ടിലിംഗ്. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കുക. പിന്നെ എക്സാം പോയിന്റ് ഓഫ് വ്യൂലാണ് ക്ലാസ് എടുത്തിട്ടുള്ളത്. നല്ല രീതിയിൽ ഒരു പോയിന്റ് പോലും വിടാണ്ട് പഠിക്കുക. ഒന്നുകൂടെ 2 പ്രാവശ്യം ഈ ക്ലാസ് കാണുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് എന്താകും മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ഈ 5 കാര്യങ്ങളാണ്. ഈ 5 കാര്യങ്ങളും ഒന്നുകൂടെ നല്ലോണം വായിച്ച് മനസ്സിലാക്കിയിട്ട് പോവുക. അപ്പോൾ താങ്ക് യു. എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ, സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താക്കുക, ജസ്റ്റ് ഇൻബോക്സിൽ ഒരു മെസ്സേജ് അയച്ചിട്ടാൽ മതി. ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ.